മകളും അമ്മയും ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. മകളുടെ ഭർത്താവ് ഗൾഫിലാണ്. ഭർത്താവിന് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അമ്മയ്ക്കും ഭർത്താവൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വേറൊരു ജില്ലയിലാണ് ബിസിനസ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഭയങ്കര ബിസിയാ. പലപ്പോഴും വന്നാലായി വന്നില്ലെങ്കിലായി. അപ്പോൾ രണ്ട് സ്ത്രീകളും സത്യം പറഞ്ഞാൽ വിരഹ ദുഃഖത്തിലാണ്. ആ സമയത്താണ് അവർക്ക് ചില സംഭവങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് അനീഷയുടെ മെയിലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനീഷ. യഥാർത്ഥ പേരല്ല. എനിക്ക് 24 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ, എൻ്റെ ചേട്ടനുണ്ടായിരുന്നു ആദ്യകാലത്ത്. ചേട്ടൻ ഇപ്പോൾ ഒരു വിദേശ രാജ്യത്ത് സെറ്റിൽഡാണ്. വിവാഹിതനല്ല. എൻ്റെ വിവാഹം പൂർണ്ണമായും അറേഞ്ച്ഡ് മാരേജാണ്. എനിക്കും അദ്ദേഹത്തിന് കണ്ട് ഇഷ്ടപ്പെട്ടാണ് അത് നടന്നത്. പിന്നെ പുള്ളിക്കാരൻ ഗൾഫിലാണ് ജോലി. എനിക്ക് ഗൾഫിൽ പോകാൻ താല്പര്യമില്ല. ഇവിടെ എനിക്കൊരു ജോലി കിട്ടണം. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുകയാണെന്ന് ആദ്യമേ പറഞ്ഞു. സാരമില്ല, ഇവിടെ നിന്ന് പഠിച്ചോളൂ. PSC കോച്ചിങ്ങോ എന്ത് വേണം നീ ചെയ്തോളൂ അദ്ദേഹം പറഞ്ഞു. പിന്നെ അത് മാത്രവുമല്ല, പുള്ളിയുടെ വീട്ടിൽ അമ്മായിമ്മയില്ല. അമ്മായിച്ചനും മൂത്ത മകനും മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ. പുള്ളി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അവർ രണ്ടുപേരുള്ള വീട്ടിൽ ഞാൻ ഭർത്താവ് പോയി കഴിഞ്ഞ് തനിയെ നിൽക്കുന്നത് ശരിയല്ലെന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് ഭർത്താവ് പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ നല്ല ബിസിനസ്മാൻ ആയതുകൊണ്ട് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ കൂടെ പണ്ട് കഴിഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും കഴിയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഓരോ വർഷവും 1.5 മാസം ലീവിന് മാത്രമേ വരികയുള്ളെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ സൗന്ദര്യം കണ്ടാണ് അദ്ദേഹം എന്നെ കിട്ടിയെന്നാണ് ഭർത്താവ് അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ആണത്തവും പൗരുഷവും സൗന്ദര്യമൊക്കെ കണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നല്ല ചേർന്ന ജോഡികളാണെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയും. ആദ്യ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 2 മാസം അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര വലിയ ഒരു പൊരുത്തമൊന്നും തോന്നിയില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ജെല്ലാവാൻ ബുദ്ധിമുട്ടായിരുന്നു. സൗന്ദര്യമുണ്ടെന്നും ഇഷ്ടമാണെന്നും പറഞ്ഞാലും പൊരുത്തപ്പെടാൻ ഇത്തേ സമയമെടുക്കും. എങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ ഫീച്ചേഴ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പോയപ്പോഴാണ് എനിക്ക് ഒത്തിരി ആശകളും മോഹങ്ങളും തോന്നിയത്. പിന്നെ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇത്തിരി ഓവറായി കൊഞ്ചയും കുഴയും ഒക്കെ ചെയ്യായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിക്കും, എടീ ഇത് വീട്ടിൽ വെച്ച് നീ എന്ന് നന്നായി പുറത്തെടുത്തിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴേ ഏതൻ തോട്ടത്തിലെത്തിയനെയെന്നും എന്ത് ചെയ്യാനാ നിങ്ങൾ പോയപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിലുള്ള മിസ്സിങ് മനസ്സിലായത് എന്ന് പറഞ്ഞ് ഞാനതിനെ ന്യായീകരിക്കും. എന്തായാലും ഭർത്താവ് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. പിന്നെ എൻ്റെ അമ്മ ഒരു കൂട്ടുകാരെ പോലെയാണ്. എന്ത് വേണമെങ്കിലും തുറന്ന് സംസാരിക്കാം. ഞാനപ്പോൾ മിക്കവാറും വീട്ടിൽ നിൽക്കുമ്പോഴേക്കും ഹസ്ബൻഡിനോട് എപ്പോഴും രാത്രി ക്യാബ് വിളിക്കും. ചുമ്മാ കിടന്ന് സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. പിന്നെ പുള്ളിക്കാരനെ ഉച്ചയ്ക്കൊക്കെ വിളിക്കും. അതൊക്കെ അമ്മ കേൾക്കുന്നതും കാണുന്നുമുണ്ട്. ഞാൻ ഓവർ കൊഞ്ചനും കുഴലുമാണ്. ഒരു ദിവസം സിറ്റ് ഔട്ടിലിരുന്ന് ഞാൻ വീഡിയോ കോൾ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ഇല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ കൊഞ്ചി പറഞ്ഞു. ഉടനെ അമ്മ വന്നു. അമ്മ വന്നപ്പോഴേക്കും സ്ക്രീനിൽ കണ്ടപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, അമ്മയ്ക്ക് എന്താണ് നീ ഫോൺ കൊടുക്കാത്തതെന്നും കൊടുക്കാനോ എന്ന് പറഞ്ഞ് അമ്മയുടെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചോദിച്ചു, എന്താടാ ഇവയ്ക്കിപ്പം കുണുക്കവും ചിണുക്കവും ഒക്കെ കൂടിയും തോന്നിരുമെന്ന്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, അതെ അമ്മേ, അവിടെ ഉള്ളപ്പോൾ അത്ര സ്നേഹമില്ലായിരുന്നു. ഇപ്പം ഞാൻ കഴിച്ചു വന്നപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമാണ്. 24 മണിക്കൂറും അങ്ങ് സ്നേഹ സംഭാഷണങ്ങളാണ്. ഇരിക്കപ്പോഴതില്ലെന്ന് തോന്നുന്നു പറഞ്ഞു. അത് കേട്ടാൽ അമ്മ പൊട്ടിച്ചിരിച്ചു. നിനക്ക് ശല്യമായില്ലേ? ഏകദേശം ശല്യാമേ. ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ ഇവള് പിണങ്ങുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോഴേക്കും അമ്മ ചിരിച്ചുകൊണ്ട് കുശലങ്ങളൊക്കെ ചോദിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നെ മൊബൈൽ തന്നു. എന്നിട്ട് അമ്മ അടുക്കളയിൽ പോവുകയും ചെയ്തു. ഞാൻ ഹസ്ബൻഡിനോട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഉടനെ എന്നെ രൂക്ഷമായി അടിപൊളി നോക്കി. ഞാൻ ചോദിച്ചെന്താ അമ്മ നോക്കുന്നത്? അല്ല, നീ നിന്റെ ഭർത്താവിന് സ്വസ്ഥത കൊടുക്കുന്നില്ലെന്ന് തോന്നലോ. 24 മണിക്കൂറും അവൻ്റെ പുറകെ നടന്ന് കൊഞ്ചയും കുഴയും ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. അമ്മ എൻ്റെ അമ്മനെ പറയുന്നത് എൻ്റെ ഭർത്താവിനോടല്ല. അത് പിന്നെ അയലത്തെ വീട്ടിലുള്ള ആളോട് ഞാൻ കൊഞ്ചാനും കുഴയാനും പറ്റുമോ? ഇടി അവൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ച് നീ എന്തുവാണ്? നിനക്ക് ഇത്ര നാളെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കല്യാണം കഴിച്ച് കഴിയുമ്പോഴേക്കും നീ അവനോട് അതിനെ മിണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അമ്മ അത് ഇവിടെ ഉള്ളപ്പോൾ എനിക്കെന്തോ അങ്ങനെ പെട്ടെന്ന് നടക്കാൻ പ്രയാസമായിരുന്നു. പക്ഷെ അടുത്ത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് കൈവിട്ട പോലെ എനിക്ക് തോന്നി. എനിക്ക് മനസ്സിലായി നിനക്കിപ്പോഴാണ് നല്ല ഇളക്കം വന്നത്. അപ്പം ഭർത്താവിനെ മൊബൈലിൽ കൂടി നീ കിടന്ന് ഇളരി വിളിക്കുകയാണ്. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. വീഡിയോ കോളല്ലേ. യഥാർത്ഥത്തിൽ ഒന്നും സംഭവിക്കില്ലല്ലോ മോളെ. അതുകൊണ്ട് കുറച്ച് അടങ്ങ്.
പകൽ സമയത്തുള്ള ഈ ഒച്ചയും ബഹളമൊക്കെ ചിലപ്പോൾ അപ്പുറത്തെ രമ കേട്ടാലുണ്ടല്ലോ, അവൾ ഈ നാട് മുഴുവനും പറയും. നീ പറയുന്നതൊക്കെ എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഭർത്താവിനോടാ പറയുന്നെങ്കിലും നീ പറയുന്ന വാചകങ്ങളൊക്കെ ഇത്തിരി ഡോസ് കൂടിയതാണെന്ന് ഓർത്തോളം. അത് മാത്രമല്ല, നല്ല ഒച്ചത്തിലാ പറയുന്നത്. സിറ്റൗട്ടിൽ പോയിരുന്നിട്ട് അടുടി ശൃംഗരിക്കുന്നത് നിനക്ക് ബോധമില്ലാതായോ? ഹേമ കേട്ടാൽ ഹേമ കേട്ടാൽ എന്താ, അവൾക്ക് ഭർത്താവില്ലായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അവൾക്ക് ഭർത്താക്കന്മാരെ പലരും കാണുമായിരിക്കും, പക്ഷേ നിന്റെ പേരാണ് ചീത്തയാകുക. അവൾ ഇവിടെ നമ്മൾ എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് നോക്കി നടക്കുക. അവര് പറയട്ടെ അമ്മേ, അവരുടെ ഭർത്താവ് അവരോട് യാതൊരു സ്നേഹവും പ്രകടിപ്പിക്കുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് അമ്മ ഞാൻ ഇടയ്ക്ക് നിർത്തി. പിന്നീട് ഭർത്താവ് 1 വർഷം ലീവിന് വന്നു കഴിഞ്ഞപ്പില്ലേ, ശരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കര ജോലിയായിട്ടാണ് മുന്നോട്ട് പോയത്. അദ്ദേഹം നിന്ന അത്രയും ദിവസങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ തമ്മിൽ എന്താ പറയുക, അതിൻ്റെ ഒരു ഇമ്പം എനിക്കൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. 2 അഗ്നിപർവ്വതങ്ങളെപ്പോലെയായിരുന്നു ഞങ്ങൾ എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി. കിട്ടേണ്ടത് കിട്ടിയാലേ കിട്ടാൻ സന്തോഷമാകുമെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷേ അവിടെയും ഹസ്ബൻഡ് പെട്ടെന്ന് അങ്ങ് പോയില്ലേ. അതോടുകൂടി എനിക്ക് ആദ്യത്തെ പോലെയല്ല, കിഴക്കം ഒത്തിരി അങ്ങ് കൂടി. എൻ്റെ മനസ്സിൽ എല്ലാ ദിവസവും ആശകൾ കുമിഞ്ഞുകൂടി. ഭർത്താവില്ല, പക്ഷേ ഫോണൊന്ന് വിളിച്ച് അദ്ദേഹത്തോട് ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ തീരാത്ത അവസ്ഥയിലായി. സത്യം പറഞ്ഞാൽ ആ അവസ്ഥയിലാണ് പല വീഡിയോസും ഡൗൺലോഡ് ചെയ്ത് ഞാൻ കാണാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, പലപ്പോഴും പണ്ട് കൈ ചുറ്റലുകൾ എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു. കേട്ട് കൂട്ടുകാരികളൊക്കെ ഹോസ്റ്റലിൽ വെച്ച് എല്ലാറ്റിനും ഓക്കെ ആയിരുന്നു. എന്നാലും ഞാൻ പറയും, എനിക്ക് ശരിയാകില്ല, എനിക്ക് പേടിയാണ്, വിവാഹം കഴിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും. എന്തായാലും ഇപ്പോൾ വിവാഹം കഴിഞ്ഞല്ലോ, എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്? എല്ലാം ശമിപ്പിക്കാൻ പുതുമഴ പോലെ ആര് വരാനാണ്? അപ്പോൾ നമ്മൾ തന്നെ മഴ പേപ്പിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണ്ടേ? അതുകൊണ്ട് തന്നെ കുത്തിയിരുന്ന് ഞാൻ പല സൈറ്റുകളും ചെക്ക് ചെയ്തു. അപ്പോഴാണ് പല കാര്യങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടെന്ന് കണ്ടത്. അങ്ങനെ 1500 രൂപ കൊടുത്ത് ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ അമ്മയാണത് റിസീവ് ചെയ്തത്. ഞാൻ PSC കോച്ചിങ്ങിന് പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അത് പൊട്ടിച്ച് നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, സത്യം പറയടി, ഇതെന്താണ്? ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇതെന്തോ കൊസ്ത്രാക്കുള്ളയാണെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടിട്ട് വേറെ ഒരു സംഗതി പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് തോന്നുന്നതാണ് ഇത് ഒരു ഉപകരണമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനുള്ളതാണെന്ന് നീ പറഞ്ഞതിനെതിരെ എനിക്ക് മനസ്സിലായിടി. നീ പറയുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. ഞാൻ പൊട്ടിയൊന്നുമല്ല, എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതാണെന്ന് നീ മറന്നുപോയി. ഇത് ഇവിടെ നിന്ന് എന്തിനു മേടിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഉത്തരവില്ലായിരുന്നു. സത്യം പറഞ്ഞോ എന്ന് പറഞ്ഞ് അമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ, ഹസ്ബൻഡ് പോയ ശേഷം ഈ 2ാമത് വന്നിട്ട് പോയില്ലേ, അപ്പോൾ മുതൽ എനിക്കറിയില്ല, അടക്കാൻ വയ്യാത്ത ചില സ്വപ്നങ്ങൾ എന്നെ വന്ന് ശല്യപ്പെടുത്തുകയാണ്. എനിക്കിപ്പോൾ ഇതില്ല. തെടി, നീ അതിനല്ലേ നാഴികയ്ക്ക് 40 വട്ടം അവനെ വിളിച്ച് സംഘടിക്കുന്നത്? ഓ, അതുകൊണ്ട് ആദ്യ സമയത്ത് എനിക്കൊരു സമാശ്വാസമുണ്ടായിരുന്നു. അമ്മേ, ഇപ്പോൾ എനിക്ക് ഒട്ടും ആശ്വാസമില്ല. വീണ്ടും വീണ്ടും തിരകൾ അടിച്ചു വരണേന്ന് കടൽക്കരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് എൻ്റേത്. എനിക്ക് തിരകൾ കാണുന്നത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇത് അഹങ്കാരമാണ്, നിനക്ക് പണ്ടേ ഇളക്കമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിന്നെ എനിക്ക് പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ പറ്റില്ല മോളെ. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അച്ഛൻ എന്നോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നത്. അദ്ദേഹം ദൂരസ്ഥലങ്ങളിൽ ബിസിനസ്സിന് പോകുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. പോയിക്കഴിഞ്ഞാൽ ഞാൻ പറയും, ഒരാഴ്ച മാത്രമേ എനിക്കിവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ, അതിനു മുമ്പ് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു. പുറേ എന്നെ വഴക്ക് ബാധിച്ചുകൊണ്ട്. എന്നാലും ഞാൻ ചില സമയത്ത് കൽപ്പിക്കും, ഇന്ന് വന്നേ പറ്റൂ, ഇന്ന് മാമാങ്കം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയെ വിളിച്ചു വരുത്തും. അത്രയ്ക്കും എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. സ്ത്രീകൾക്കെല്ലാം അങ്ങനെയാണ്, ഭർത്താക്കന്മാരോട് ഒത്തിരി ഇഷ്ടമാണ്, കുറ്റം പറയാൻ പറ്റില്ല. എന്നിട്ടും അമ്മയും അച്ഛനും തമ്മിൽ അത്ര വലിയ അടുപ്പമുണ്ടെന്നോ സ്നേഹമുണ്ടെന്നോ എനിക്ക് ഒരിക്കലിപ്പോൾ തോന്നിയിട്ടില്ലല്ലോ. നിങ്ങളെപ്പോഴാണെങ്കിലും ദിവസത്തിൽ 2 വട്ടം പോലും വിളിക്കാറില്ല. കഴിച്ചോ കുടിച്ചോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് മൊബൈൽ സംഭാഷണം നിർത്തുമല്ലോ. അപ്പം അമ്മ പറഞ്ഞു, മോളെ, അതൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. 2 കുട്ടികളുണ്ടായ ശേഷം ഒരു 2-3 വർഷം കൂടെ സജീവമായ സ്നേഹമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ എല്ലാം ചുരുങ്ങി വന്ന മോളെ.
ചുരുങ്ങെങ്കിൽ അമ്മയ്ക്കിത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നെ നുള്ളി, ഇടി തോന്നിയാസം പറയുന്നതിനേക്കാൾ വെടിക്ക് വേറെയൊന്നുമില്ല. എനിക്കറിയാടി, നീ പഠിക്കുന്ന സമയത്ത് പല ചെക്കന്മാരുമായിട്ട് പ്രയം വരുന്നില്ലേ? ഇല്ല അമ്മ, അങ്ങനതുമില്ല. ഇല്ല, ആർക്കറിയാം നീ എല്ലാ കടലിലും കയറി കള്ളിപ്പയറ്റ് കഴിഞ്ഞിട്ടാണോ ആ ചെക്കൻ്റെ തലയിലായതെന്ന്. ദൈവത്തിനറിയാം, നീ വെറുതെ പറയുന്നതാണ്. നിന്റെ കഥകളൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല അമ്മേ. ഞാനാണെങ്ങനെ വീടേക്ക് കാണും, പിന്നെ കൂട്ടുകാരികളോടൊക്കെ സംസാരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതൊന്നുമില്ലായിരുന്നു. അത് പോട്ടെ, അമ്മയുടെ കഥ പറ. എന്നിട്ട് അമ്മ പിന്നെ എങ്ങനെയാണ് ഇത്രയും കാലം ഇങ്ങനെ ജീവിച്ചത്? നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്? ഞങ്ങൾക്കിടയിൽ സംഭവിക്കുന്നു മണ്ണാങ്കട്ട. നിങ്ങൾ രണ്ടുപേരെയും വളർത്തുന്നു. അങ്ങനെ വരുമ്പോൾ അങ്ങക്ക് കഞ്ഞിയും കട വെച്ച് കൊടുക്കുന്നു, പണം മാനേജ് ചെയ്യുന്നു, വസ്ത്രം കഴുകുന്നു, വീട് നോക്കുന്നു. ഇതല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അച്ഛന് വലിയ പ്രശ്നങ്ങളൊക്കെയാണോ? അമ്മയുമായിട്ട് അടുത്ത് പെരുമാറാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടാണോ? അങ്ങേർക്ക് ഒരു പ്രശ്നമില്ല. അങ്ങേർക്ക് താല്പര്യം നഷ്ടപ്പെട്ടു. വേറെവിടെങ്കിലും ഏതെങ്കിലും ചിലരിൽ കാണും ഊഞ്ഞാലാടൻ. ഞാൻ എന്ത് ചെയ്യാനാണ്? പലവട്ടം പല തെരുവുകളും കണ്ട് ഞാൻ വഴക്കുണ്ടാക്കി നോക്കി. അതിലൊന്നും എനിക്കൊരു ഗുണവും തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഒന്നുകിൽ നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകണം, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യം മൈൻഡ് ചെയ്യാതെ ജീവിക്കണം. ഞാൻ ആലോചിച്ചപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ബുദ്ധി എനിക്ക് തോന്നി. അതെന്താ അമ്മയ്ക്ക് എന്നെ തോന്നിയത്? എടി, എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പരിമിതമായ സാമ്പത്തികമേ അവിടെയുള്ളൂ. ഇങ്ങനെ അങ്ങനെയാണോ? ബിസിനസ് ചെയ്ത് നല്ല സ്വത്തുക്കളും പണവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ 2 പിള്ളേരാണ്. അവരെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. അങ്ങനെയുള്ള കുട്ടികളല്ലേ, അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടരുത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. എന്തെങ്കിലും കാണിച്ചോട്ടെന്ന് വിചാരിച്ച് പിന്നെ അങ്ങയുടെ ഒരു ചുറ്റിക്കളയുടെ പിന്നാലെ ഞാൻ പോയിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. പണം അത് കറക്റ്റായിട്ട് കിട്ടണമെന്ന് മാത്രം ഞാൻ വാൺ ചെയ്തു. അതെനിക്ക് കിട്ടുന്നതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിനും ലാവിഷ്യായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുമുണ്ട്. അതിൽ ഞാൻ സംതൃപ്തിയായി ജീവിച്ചു, അത്രയേ ഉള്ളൂ. അമ്മയ്ക്കല്ലാതെ ഒരിക്കൽ പോലും എന്നെപ്പോലെ ഈ സമയത്തെ ഞാനിപ്പോൾ കാണിച്ചതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കാലഘട്ടം വേറെയാണ്. ഒന്നാമത്തെ കാര്യം, ഇതേപോലെ ഒരമ്മയായിരുന്നില്ല എനിക്കുള്ളത്. ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ഒന്നും ഷെയർ ചെയ്യുന്നൊരു സ്വഭാവമില്ല. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളിൽ തന്നെ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? സഹിച്ച് ജീവിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗമില്ല. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ഇപ്പോഴത്തെ തലമുറകൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഭർത്താവ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കാമുകനുണ്ടെങ്കിലും ബെസ്റ്റിയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് നമ്മുടെ വിരൽത്തുമ്പിൽ കാണുന്നത്. നമ്മുടെ ഭർത്താവിനേക്കാളോ കാമുകന്മാരെക്കാളോ ഒക്കെ സൗന്ദര്യമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവരെ ഏത് ഉഗാണ്ടയിൽ നിന്നാണെങ്കിലും ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് വരും. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയില്ലേ ലോകം. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും ഒരു കാര്യമല്ല. ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു റിഗ്രറ്റും ഇല്ല എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ പണ്ടത്തെ മനസ്സുമായി ജീവിക്കുകയാണോ? അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? പുതിയ മനസ്സുമായി ഞാൻ അവൻ കഴിഞ്ഞാൽ ബന്ധുക്കളൊക്കെ എന്ത് പറയും? അപ്പോൾ അമ്മയുടെ പ്രശ്നങ്ങളുടെ താക്കോലെല്ലാം ഇരിക്കുന്നത് ബന്ധുക്കളുടെ കയ്യിലാണ്. അത് അങ്ങനെയല്ലേടി, നാട്ടുകാരെ ബന്ധുക്കളൊക്കെ നമ്മൾ കൺസേർവ് ചെയ്യണ്ടേ? അത് ശരിയാമേ. പിന്നെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത് വരുത്തിച്ചത്. ഇതാകുമ്പോൾ ബന്ധുക്കൾക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല, ഭർത്താവിനും അറിയില്ല. നമ്മളായി നമ്മുടെ പാടായി. എന്തായാലും ഈ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അബദ്ധവും പറ്റില്ല. എല്ലാം കൊണ്ട് സേഫാണ്. ഒരു കണക്കിൽ നീ പറയുന്നത് ശരിയാണ്. എന്നാലും എൻ്റെ മോളെ എനിക്കിതൊക്കെ ഇങ്ങ് പേടിയാണ്. അത് പിന്നെ പെണ്ണുങ്ങൾക്ക് സ്വതവേ പേടിയാണ്. എനിക്ക് പണ്ട് പേടിയായിരുന്നു. ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴേക്കും എൻ്റെ കൂട്ടുകാരികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുകയും ഞാനിപ്പോൾ പറയും എനിക്ക് പേടിയാണ്, കല്യാണം കഴിഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നത്. അമ്മയുടെ കൺസെപ്റ്റുകളാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് എനിക്ക് അങ്ങോട്ട് പ്രായോഗികമാക്കാൻ പറ്റുന്നൊരവസരമല്ല. കാര്യം എൻ്റെ ആവശ്യങ്ങൾ അതിന് മീതെയാണ്. ഇടി, ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് അവസാനം പാരയായി വരരുത്. എന്ത് പാര? ഞാനൊരു കാര്യം പറയാം. മരുമകൻ കിണർ കുഴിച്ചിട്ടാണ് പോയത്. അവൻ വരുമ്പോൾ അത് കടലോ കുളമോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അമ്മ അങ്ങനൊന്നും കുഴപ്പമില്ല. ഞാൻ ദേ കറക്റ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അമ്മ പൊട്ടിച്ചിരിച്ചു. അത് ശരിയാണ്. എന്നേക്കാൾ ദീർഘവീക്ഷണം നിനക്കുണ്ട്. മിടിക്കുകയാണ് നീ. പക്ഷേ എനിക്ക് പിന്നെ ഒരു സംശയം. എൻ്റെ പൊന്നുമോളെ, ഇത് അസാധാരണമല്ലേ? ഇങ്ങനെയാണോ നിന്റെ ഭർത്താവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലജ്ജാവതി എന്ന് പറഞ്ഞ പോലെ തള്ളക്കടക്കണേ അമ്മയെ നോക്കി പറഞ്ഞു. അമ്മേ, ഇങ്ങനെ തന്നെ.
അമ്മ മൂക്കത്ത് വിരൽ വെച്ചു. എൻ്റെ പൊന്നുമോളെ, നീ ഒരു ഭാഗ്യവതിയാണ്. ഞാനും ഇത്രയൊന്നും വിചാരിച്ചില്ല. എന്തായാലും നിനക്ക് ഇളക്കത്തിൻ്റെ തോത് കൂടുതലായത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടികിട്ടി. ആ, നിന്നെ ഞാൻ നിയന്ത്രിക്കാനൊന്നും വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, അമ്മയ്ക്ക് ഉപകാരപ്രദമാകുമെന്ന്. ആ, എനിക്കൊന്നും വേണ്ട, എനിക്ക് ശരിയാകില്ല. ഇല്ലമ്മേ, അമ്മയ്ക്ക് എല്ലാം ശരിയാകും. ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അമ്മയുടെ വാട്സാപ്പിലേക്ക് ഞാൻ അയച്ചു തരാം. ഒന്ന് പോയേ, നീ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കലേ എന്ന് പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് പോയി. പക്ഷേ ഞാനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ആവശ്യക്കാരിക്ക് ഔചിത്യം പാടില്ലല്ലോ. എൻ്റെ കാര്യങ്ങൾ സൂപ്പറായി നടന്നുപോയി. ഭർത്താവുമായിട്ടുള്ള സംഭാഷണം ഞാൻ ഇത്തിരി കുറച്ചു. അതുകൊണ്ടൊന്നും എങ്ങും ചെന്നെത്താൻ പറ്റുന്നില്ല. നല്ല നല്ല വീഡിയോസ് ഉണ്ട്. കാര്യം എത്രയൊക്കെയോ പ്രശസ്തമായ നടന്മാരൊക്കെ ഇല്ലേ? അത്രയും വീഡിയോസൊക്കെ കാണുമ്പോൾ പിന്നെ ഈ ഒരു കാര്യം കൂടെ പ്ലസ് അവിടെ ആഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സംതൃപ്തി ഭർത്താവിനോട് വീഡിയോ കോൾ വിളിച്ചാലൊന്നും കിട്ടുന്ന അവസ്ഥയിലല്ല. പക്ഷേ അമ്മയോട് ഇടയ്ക്ക് വാൺ ചെയ്തു, ഇടിയാവും വരുമ്പോൾ അവരോടുള്ള ഇഷ്ടം ഇല്ലാതാകുമെന്നും. ഞാൻ പറഞ്ഞ ഒന്നുമില്ല, എല്ലാം ഞാൻ മാനേജ് ചെയ്യും. അവിടെയും ഇവിടെയും ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാവൂന്ന് ഞാൻ പല വീഡിയോകളും കേട്ടിട്ടുണ്ടമ്മേ. ആഹാ, അത് കൊള്ളാമല്ലോ. റിസർച്ച് നീ നടത്തിയോ? അതെ അമ്മേ. നമ്മൾ ഒരു കാലത്ത് ഇറങ്ങിത്തിരിക്കുമ്പോഴേക്കും നമുക്ക് പിന്നീട് കുറ്റബോധം ഉണ്ടാകരുത്. എല്ലാം നമ്മൾ നന്നായി മാനേജ് ചെയ്യണം. അത് വന്നാൽ അത് മാനേജ് ചെയ്യും, ഇത് വന്നാൽ ഇതും മാനേജ് ചെയ്യും. ഇനി മൂന്നാമത് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കളത്രത്തിൽ കൂടി മാനേജ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് ഇറങ്ങിയത് പരാജയമായി പോകും. അമ്മ പഴഞ്ചൻ മെൻറ്റാലിറ്റി എടുത്തു കളയണം, എങ്കിലേ നന്നാവൂ. ഓ, ഈ പ്രായത്തിൽ ഇനി ഞാൻ എന്ത് നന്നാവാനാ? എൻ്റെ സംശയം നീ എൻ്റെ മോൾ തന്നെയല്ലേ എന്നാണ്. ആഹാ, അമ്മയ്ക്ക് സംശയമാണോ? എന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണോ? അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ മോളൊക്കെ തന്നെയാ. അച്ഛൻ്റെ അതേ സ്വഭാവം. അവനായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് എൻ്റെ മരുമകൻ. ഓ, അങ്ങനെയൊക്കൊന്നുമില്ല, അങ്ങനെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്തായാലും പിന്നീട് അമ്മയ്ക്ക് ഞാൻ വാട്സാപ്പിൽ വീഡിയോ റിപ്പീറ്റായിട്ട് അയച്ചു കൊടുത്തു. അപ്പം അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നീ എനിക്ക് ഡാഡിന്ന്. ഞാൻ പറഞ്ഞു ഓക്കേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അമ്മ പിന്നീട് എന്നോട് പറഞ്ഞത്, മോളെ, നിന്റെ ഐഡിയ സൂപ്പറാണടി, ഒരു പ്രശ്നവുമില്ല. ഇതെന്തേ നേരത്തെ എന്നോട് ആരും പറഞ്ഞു തന്നില്ല? ഈ വയസ്സാക്കാലത്ത് ഈ കിണറ്റിൽ നിന്ന് വെള്ളക്കോരാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ എന്ന് അമ്മ പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയെങ്കിലും എൻ്റെ അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോളെ, യഥാർത്ഥവും ഇതും രണ്ടും രണ്ടാണെന്ന് എനിക്കറിയാം. അതേ അമ്മേ, അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം സമൂഹത്തെ പേടിച്ചും പിന്നെ നമ്മുടെ മാന്യതയോർത്തും സദാചാരമോർത്തും നമ്മൾ കണ്ടെത്തുന്ന വേറെ വഴികളല്ലേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് നീ പറഞ്ഞതിൽ ചില പോയിന്റ് ഉണ്ട്. കാര്യം ആർക്കും പ്രശ്നമില്ലാതെ യഥാർത്ഥ കാര്യങ്ങൾ തേടിപ്പോകേണ്ട സമയം എനിക്കായിരിക്കുന്നെന്ന് തോന്നുന്നു. കാര്യം എൻ്റെ ഭർത്താവ് എന്നെ വഞ്ചിക്കുന്ന സമീപനമാണ് എല്ലാ കാലത്തും തുടർന്നത്. നിനക്കങ്ങനെയല്ല. നീ എൻ്റെ പാത തിരഞ്ഞെടുക്കേണ്ട, ഭർത്താവിനെ സേവിച്ച് ജീവിക്കുക. പക്ഷേ എനിക്കാതാ, അതിനെനിക്ക് എപ്പോഴും വഴികൾ തുറന്നു കിടക്കുകയാണ്. അതെന്താമ്മേ, ആരാ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടീ, നമ്മളെ കുറ്റം പറയുന്ന രമേണ മോന് അവൻ എത്ര വയസ്സുണ്ട്? അവൻ നിന്നേക്കാൾ 2 വയസ്സിനുള്ളതല്ലേ? അവനെ കണ്ടിട്ടുണ്ടോ? ആ, ഉണ്ട്. അവൻ്റെ എന്തോ ശരീര സൗന്ദര്യ മത്സരത്തിനൊക്കെ പോകുന്നവനല്ലേ? വലിയ ഫേമസ് ആണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും അവൻ ആരാധികമാർ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവനെ കണ്ടിട്ടില്ലല്ലോ. എടീ, അവനോടൊക്കെ തന്നെയുണ്ട്. അവൻ ഒരു മോഡലിംഗ് ഏജൻസി നടത്തുകയാണ്, മോഡലിംഗ് ചെയ്യുന്നുമുണ്ട്. ആഹാ, അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അതിപ്പോൾ രമയുടെ സ്വഭാവം അനുസരിച്ച് അവൻ ഇങ്ങോട്ട് അധികം ശ്രദ്ധിക്കാത്തതാണ്. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, എന്നെ വിളിക്കാറുമുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മതിലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ചില സമയത്ത് അവിടെ ആരുമില്ലെങ്കിൽ എന്നോട് കുശലം ചോദിച്ചുകൊണ്ട് അവൻ പോപ്പോ അടിക്കുകയും ചെയ്യും. എൻ്റെ അമ്മയും ആ ചെക്കനും കൂടെ പണ്ടൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെപ്പോഴാണ് തുടങ്ങിയത്? അതും വളരെ പണ്ടേയുണ്ട്. ആഹാ, എന്നിട്ട് അമ്മ ഒരു സൂചനയും തന്നില്ലല്ലോ. അതിനോട് എങ്ങനെ പറയുക? അത് ശരിയാണല്ലോ. പോട്ടെ, ഇതൊക്കെ അച്ഛനറിയാമോ? പിന്നെ അച്ഛനോട് പറഞ്ഞിട്ടല്ലേ? അങ്ങനെ എന്നോട് പറഞ്ഞിട്ടാണോ എവിടെയെങ്കിലൊക്കെ നടക്കുന്നത്? അതും ശരിയാമേ. അപ്പോൾ അമ്മ പറഞ്ഞത് എന്താ? ഗ്രഹമ വാ പോയ കോടാലിയാണെങ്കിലും ചെക്കൻ എൻ്റെ പൊന്നു മോളെ, പറയാൻ പറ്റില്ല. അവൻ നല്ലൊരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലേ? അങ്ങനെ എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണ്. അത് മാത്രമല്ല, നല്ല പൊന്നിൻ്റെ നിറമുള്ള എന്ത് സുന്ദരനാണ്. അയാൾ എന്തിനാണ് ഈ താടകെ കല്യാണം കഴിച്ചെന്ന് പണ്ട് ഞാൻ ആലോചിക്കും. അപ്പം അമ്മ മനക്കണക്കുകൾ പലതും കൂട്ടി ഹരിക്കുകയും ഗുണിക്കുകയൊക്കെ ചെയ്തു അമ്മേ? ഇല്ല മോളെ, ഞാൻ ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ
അവൻ എന്നോട് പറയും, എൻ്റെ അമ്മയെ ആൻറ്റി ശ്രദ്ധിക്കുകയും ചെയ്യരുത്, ആൻറ്റിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ഓടി വരുമെന്ന്. മോളെ, നീ എന്ത് കണ്ണടയ്ക്കാമെങ്കിൽ നിന്റെ അവസ്ഥയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ചെക്കൻ ഇവിടെ വരും, രേവ കാണില്ലേ? ഓ, അവൾ കാണില്ല, അവൻ മാനേജ് ചെയ്യുമെന്ന് എപ്പോഴും എന്നോട് പറയും. അപ്പം നിങ്ങൾ തമ്മിൽ ഒത്തിരി കോൺവെർസേഷൻസ് ഉണ്ട്. കോൺവെർസേഷൻസ് മാത്രം റിലാക്സേഷന് നിന്റെ ഭർത്താവുമായിട്ടും വാതൊരാതെ സംസാരിക്കില്ലേ? അതിനും ആ ചെക്കൻ നമ്മുടെ ഭർത്താവൊന്നുമല്ലോ. അതല്ലടി. എന്നാലും അവൻ എന്നെ പുകഴ്ത്തുമ്പോൾ ഞാനും വന്ന് പൊങ്ങിപ്പറക്കും. ഇതല്ലാതെ വേറെന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? അതൊക്കെയുണ്ട്. പക്ഷേ എന്നാലും ഇവൻ മാത്രമാണ് ഒരു പൊന്നിൻ കുടമായിട്ട് എനിക്ക് തോന്നിയത്. ആ, അമ്മയുടെ ആഗ്രഹമല്ലേ, ഞാനൊന്നും പറയുന്നില്ല. ഭർത്താവിനോട് ഒരു മാത്രമേ പ്രതികാരം. അതല്ലേ അമ്മ ആഗ്രഹിക്കുന്നത്? അതേ മോളെ, ആഗ്രഹമുണ്ട്. മധുരപ്രതികാരം ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഫുള്ളാവില്ലാന്ന് തോന്നുന്നു. ഇതിപ്പം നീയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഈ കടമ്പ കടക്കാൻ കഴിയും. അമ്മയ്ക്ക് ഞാൻ 100% സപ്പോർട്ട്. എൻ്റെ കാര്യത്തിന് അമ്മ സപ്പോർട്ടായിരിക്കണം. ഓക്കെ മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആ ചെക്കൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അന്ന് ഞാൻ സംസാരിച്ചപ്പോഴാണ് ഞാനും അവനെ ശരിക്കും കണ്ടത്. അമ്മയുടെ ചോയ്സ് അത് അതിമനോഹരം. എൻ്റെ ഭർത്താവിനെ ഞാൻ സ്വന്തം നടന്ന് പുകഴ്ത്തും. പക്ഷേ രമ എനിക്കിഷ്ടമല്ലെങ്കിലും അവരുടെ പുത്രൻ, അത് പറയണ്ട. ഇവൻ ആരാണ്? അവൻ്റെ ലുക്ക് ഇപ്പോൾ ഒത്തിരി മേലെയാണ്. എന്തായാലും ഞാൻ ഇപ്പോഴത്തെ മുറിയിൽ യന്ത്രങ്ങളുടെ സഹായത്താൽ പരകോടി തേടിയപ്പോൾ അമ്മ അവിടെ കൊടിത്തോരണങ്ങൾ അലങ്കരിച്ച് ഉത്സവമേളവുമായി അവൻ്റെ കൂടെ ആടിയും പാടിയും രസിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണോ? അത് ഞാൻ ഒരു 4 വട്ടം മാത്രമേ അനുവദിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, ഇത് പാടില്ല, പറ്റില്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു. അമ്മ അപ്പുറത്ത് പൂരസദ്യ കഴിക്കുന്നു, ഇത് നടക്കില്ലെന്ന് പറഞ്ഞു. അമ്മ പൊട്ടിച്ചിരിച്ചു. എടീ, നീ ഇത് പറഞ്ഞ് എന്നോട് വരുമെന്ന് എനിക്കറിയാം. 4 വട്ടമൊന്നും നീ കാത്തിരിക്കുന്ന ഓർത്തില്ല. നിനക്ക് അത്ര ക്ഷമയുണ്ടായല്ലോ. അതൊന്നൊരു പ്രശ്നമില്ല. അവൻ സർവ്വതാ റെഡിയാണ് മോളെ. നീയും തങ്കത്താലമെടുക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മയുടെ കൈ പിടിച്ച് കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ തുപ്പിത്തുള്ളൽ നടത്തി. എനിക്കും ആഗ്രഹമുണ്ട്. തുമ്പിയെന്ന് ശരിക്കും ഞാൻ തുള്ളിക്കും. അവനാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പ്രൊഫഷൻ തോന്നുന്ന രീതിയിലാണ്. അപ്പോൾ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. വിദേശ രാജ്യങ്ങളിലേക്ക് വണ്ടി കയറാൻ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ തന്നെയുണ്ട് ആളുകൾ എന്നെനിക്ക് മനസ്സിലായതോടുകൂടി എൻ്റെ മനസ്സിൻ്റെ അറിവിൻ്റെ വാതായനം ഞാനങ്ങ് തുറന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അനർഗളമായി എല്ലാം ഒഴുകുകയായിരുന്നു. എൻ്റെ അറിവുകൾ ഒത്തിരി വർദ്ധിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. എനിക്കൊരബദ്ധം പറ്റുകയും ചെയ്തു. അത് നൈസ്ലി ഒഴിവാക്കിയെങ്കിലും ഇനിയിപ്പോൾ എല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥ തന്നെയാണ്. കാര്യം അടുത്ത മാസം എൻ്റെ ഹസ്ബൻഡ് വരികയാണ്. അമ്മ ഇപ്പോൾ പറഞ്ഞത് ശരിക്കും ഭർത്താക്കന്മാർ എപ്പോഴും അടുത്ത് കാണരുത്. ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ വരുന്നതായിരിക്കും നല്ലത്. അത് അവർക്കും ഗുണമാണ്, സ്ത്രീകൾക്കും ഗുണമാണ് എന്നാണ് അമ്മ പറഞ്ഞത്.